ഹായ് ബഡീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് എൻ്റെ ബാങ്കോക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ. ബാങ്കോക്ക് എന്ന് പറഞ്ഞ തായ്ലാൻഡിലെ ക്യാപിറ്റലാണ്. മിക്ക ഇന്ത്യക്കാരും ബാങ്കോക്കും പട്ടായയാണ് മെയിൻലി വിസിറ്റ് ചെയ്യുന്നത്. ബാങ്കോക്കിൽ ഞങ്ങൾ ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേമസ്, അതായത് ഗിന്നസ് റെക്കോർഡിലൊക്കെ വന്നിട്ടുള്ള ഗോൾഡൻ ബുദ്ധ സ്റ്റാച്ചു ആണ്. അത് ഈ കാണുന്ന ടെമ്പിളിലാട്ടോ. അപ്പം അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5000 കിലോ വരും. അതായത് 5000 കിലോ ഗോൾഡിൽ നിർമ്മിച്ച സ്റ്റാച്ചു. എൻ്റെ പിന്നെ അത് കാണേണ്ടത് തന്നെയാണ്. ഒരു മഹാ അത്ഭുതം തന്നെയാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് ഇത് ഗോൾഡ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 70 ബില്യൺ വരും. ഈ കാണുന്നതാണ് ആ പ്രതിമ. ഒരു രക്ഷയില്ല. അതായത് ഇങ്ങനെ തിളങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ കാര്യം ശ്രദ്ധിച്ച്, വലിയ സെക്യൂരിറ്റി ഗാർഡ്സൊന്നും അവിടെ ഇല്ല. അതായത് ടൂറിസ്റ്റിന് ആ ഭംഗി കണ്ട് ആസ്വദിച്ച് പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. മോസ്റ്റ്ലി ക്യാമറാസും അലാറമൊക്കെയാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി മണിയൊക്കെ അടിച്ച് ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലേസിലേക്ക് അങ്ങ് പോകാനൊരുങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാർബിൾ ടെമ്പിൾ കാണാൻ പോയി. വളരെ വലിയൊരു ടെമ്പിൾ. അത് ഈ മാർബിൾ കൊണ്ട് പണിതേക്കുക. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം തായ്ലാൻഡിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ തന്നെയാണ് ഈ മാർബിൾ ടെമ്പിൾ. അതായത് ഏകദേശം ഒരു 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ടെമ്പിളിൽ. ഞാൻ നോക്കിയപ്പോൾ ഇത് പുതിയതുപോലെ ഇരിക്കണം. അതായത് ഞാൻ വിചാരിച്ചത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓപ്പൺ ചെയ്ത ഒരു ടെമ്പിളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ 100 വർഷത്തെ പഴക്കമുണ്ടെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഇതിൻ്റെ അകത്തും ഒരു ചെറിയൊരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്. ഒരു ഗോൾഡൻ കളർ, പക്ഷേ ഗോൾഡല്ല, ചെറിയൊരു സ്റ്റാച്ചു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി. പിന്നെ നൈറ്റ് ഇറങ്ങുവാണ്. ആദ്യമായിട്ടാണ് അവിടുത്തെ ഒരു ലോക്കൽ ബസ് കാണുന്നതും കയറുന്നതും. നമ്മുടെ ഈ കേരളത്തിലെ KSRTC ബസ്സിൽ അതുപോലെ തന്നെ ഇരിക്കണം ഈ ബസ്. കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവിടെയുള്ള ആർക്കും തന്നെ ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ ഫോൺ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ഇറങ്ങാനുള്ള സ്റ്റോപ്പ് പറയുന്നു. എങ്ങനെയൊക്കെയോ കണ്ടക്ടറിന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ മാപ്പ് നോക്കി ഞങ്ങളുടെ സ്റ്റോപ്പ് ഞങ്ങൾ മനസ്സിലാക്കി ഇറങ്ങി. പിന്നെ ഈ ഒരു പബ്ലിക് ബസ്സാവട്ടെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ തായ്ലാൻഡിൽ. പിന്നെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം സഫാരി വേൾഡ് കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും സഫാരി വേൾഡിലെത്തി. നമുക്ക് ടിക്കറ്റ് മേടിക്കണം. അതൊക്കെ നമ്മുടെ കൂടെ വന്ന ഡ്രൈവർ നമുക്ക് എടുത്തു തന്നു. ഇതെല്ലാം നമ്മുടെ പാക്കേജിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഓപ്പൺ ആവുന്നവരെ. പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് കിട്ടിയായിരുന്നു എന്തൊക്കെ ഷോസാണ് സഫാരി വേൾഡിലുള്ളത്. അതനുസരിച്ച് ടൈമും എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോസ് എല്ലാം തന്നെ അടുപ്പിച്ചായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ഫ്രണ്ട് സീറ്റിലിരിക്കാൻ കുറച്ച് ഓടിപ്പോയി എല്ലാവരെക്കാളും മുമ്പിലെത്തണം. മാത്രമേ നമുക്ക് ഫ്രണ്ട് സീറ്റിലിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും പറ്റുള്ളൂ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ സഫാരി വേൾഡിൽ വരുന്നുണ്ടെങ്കിൽ. അവിടുത്തെ ആദ്യത്തെ ഷോ എന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ. അതൊരു ബേബി ഷാർക്കിൻ്റെ സോങ് ഒക്കെ കേട്ട് ഇവരങ്ങ് തുടങ്ങി. പിന്നെ ഡോൾഫിൻസ് വന്നു. പിന്നെ അടിപൊളിയായിരുന്നു. അവരുടെ അഭ്യാസങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ 2 വയസ്സുള്ള കൊച്ചാണെങ്കിൽ മറന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ല. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നത്തെ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ആനകളുടെ ഷോ കേട്ടോ. ഈ സ്റ്റേജിലേക്ക് വരണമെങ്കിൽ നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നടന്നോടി വന്നാലാണ് നമുക്ക് ഫ്രണ്ടിലൊക്കെ കിട്ടുള്ളൂ. പിന്നെ ആനകളിങ്ങനെ വരിയായി വന്നു തുടങ്ങി. ഇവരൊക്കെ വെൽ ട്രെയിൻഡ് ആട്ടോ, ഒരു കുഴപ്പക്കാരും അല്ല. എങ്ങനെ ഇത് ട്രെയിൻ ചെയ്തെടുത്തു എന്ന് തന്നെ അത്ഭുതമാണ്. കാരണം ഇവരിങ്ങനെ വല പിടിച്ചിങ്ങനെ വരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ കാലൊക്കെ പൊക്കി ഇങ്ങനെ നിൽക്കുന്നു. കാണേണ്ട കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ആനകളെ കൊണ്ട് പടം വരപ്പിക്കുന്നതും പിന്നെ അവർ ഫുട്ബോൾ കളിക്കുന്നതും വെള്ളം ചീറ്റുന്നതും ഒക്കെ അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ ഈ വരച്ച പടമില്ലേ, അവരത് ലേലം ചെയ്യും കേട്ടോ. ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അവർക്കത് വിൽക്കും. പിന്നെ എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയ ഷോ ആയിട്ട് ഈ കാണുന്നത്, അതായത് ഒരു വലിയ സ്റ്റേജ്. ആ സ്റ്റേജിൽ അവരൊരു ജെയിംസ് ബോണ്ട് പടം റീക്രിയേറ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ അകത്ത് നായകനായിട്ട് ജെയിംസ് ബോണ്ട് പോലത്തെ ഒരു ക്യാരക്ടറുണ്ട്, നായികയുണ്ട്, വില്ലനുണ്ട്, പിന്നെ ഫുൾ ഫൈറ്റുണ്ട്, പിന്നെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു റിയാലിറ്റി ആയിട്ടുള്ളൊരു മൂവി.
അത് ഭയങ്കര അതിശയപ്പെടുത്തുന്ന കേട്ടോ അവരിങ്ങനെ ചെയ്ത് കൂട്ടിയെന്നുള്ളത്. സ്റ്റണ്ടും എല്ലാമായിട്ട് അടിപൊളിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഷോ കൂടിയാണിത്. ഇതൊരു ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഈ ഷോയിലെ സ്റ്റൺസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് കേട്ടോ. കറക്റ്റ് ആയിട്ടാണ് അവരെല്ലാ സീക്വൻസും ചെയ്തേക്കുന്നത്. വെടിവെക്കുന്നതും ചാടുന്നതും പൊട്ടുന്നതും എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ പാർക്കിൽ തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അതിലേക്ക് പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഷോസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കാറിനകത്ത് കയറി മൃഗങ്ങളെ കാണാനായിട്ട് റിലാക്സ് ചെയ്ത് ഞങ്ങളങ്ങനെ പോയിട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ ആനിമൽസും ബേഡ്സും ഒക്കെ ഉണ്ടായി. നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിക്കാറായിട്ടോ. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ക്രാബി ഐലൻഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളെക്കുറിച്ചാട്ടോ. ക്രാബി ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്വർഗം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടുത്തെ നീല നിറമുള്ള ബീച്ചുകളും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടുത്തെ സ്കൂബ ഡൈവ് എക്സ്പീരിയൻസും പലപ്പോഴും ഈ ഒരു പ്ലേസ് എല്ലാവരും തന്നെ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.